ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പുഷ്പ 2 അതിഗംഭീരമായ ഒരു പുഷ്പ 2 ട്രെയിലറിലും കണ്ട ആ ഒരു ഹാങ് ഓവറിലാണ് സിനിമ കാണാൻ പോയത്. എനിക്ക് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ആ, വ്യത്യസ്തമാണ്. കാരണം സിനിമ ഏകദേശം 3.5 മണിക്കൂറോളം ഉണ്ട് സിനിമ. ഓക്കെ, അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ ആദ്യ ഭാഗമൊക്കെ നല്ല അതിഗംഭീരമായി തോന്നി. പിന്നെ അതിനുശേഷം സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴും നമുക്ക് ഒരു പഴയ പുഷ്പ 1 കിട്ടിയ ഒരു ഫയറൊന്നും ഇതിൽ എനിക്ക് കിട്ടിയത് തോന്നുന്നില്ല. പക്ഷെ ഓക്കെ ആണെന്നാലും നമുക്കിപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഫഹദ് ഫാസിലിൻ്റെ തന്നെയാണ്. ഫഹദ് ഫാസിൽ എവിടെയൊക്കെ കാണിക്കുന്നത് അവിടെയൊക്കെ ഇടിപൊളി പെർഫോമൻസാണ്. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പടം ഒന്നുകൂടി നമുക്ക് കാണാൻ കൊള്ളാത്ത രീതിയിലേക്ക് മാറി എന്ന് പറയാൻ പറ്റും. പിന്നെ മാക്സിമം നമ്മുടെ അല്ലു അർജുൻ്റെ പെർഫോമൻസിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തെ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചിന്തിച്ചു പോകും. കാരണം അത്രമാത്രം നമുക്ക് മനസ്സിലാകും. അത്രയും കാരണം ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഈ പടത്തിൻ്റെ ഒരു ഡ്യൂറേഷനാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായത്. കാരണം അത് തന്നെയാണ് ഇങ്ങനെ എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചത്. ഇപ്പോൾ ഞാൻ ചിന്തിച്ചു പറഞ്ഞാൽ ഈ പടം പൊളിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം നമുക്ക് കുറേ കഴിയുമ്പോൾ പുഷ്പയിൽ നമ്മുടെ കുറേ അധികം പെർഫോമൻസിലും കഴിഞ്ഞ് അദ്ദേഹം മാക്സിമം അദ്ദേഹത്തിൻ്റെ കാണിച്ചു. ഇനി എന്ത് കാണിക്കുന്നുള്ളൊരു ചോദ്യം നമുക്ക് തന്നെ തോന്നിപ്പോകും. അങ്ങനെ ഒരു അനുഭൂതി എനിക്ക് തോന്നിയത്. പിന്നെ രശ്മിക മന്ദാന ഓക്കെ, ഒരു നായികയായിട്ട് സിനിമയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ട് നായികയുണ്ട്. പക്ഷെ വേറെ ബാക്കിയെല്ലാം ഒരു ക്ലീഷ തന്നെയാണ്. കാരണം എല്ലാ സിനിമയ്ക്കൊക്കെ കാണുന്നതിൽ പുഷ്പ 1 പോലെ അല്ല പുഷ്പ 2 ഇതിൽ രശ്മി മന്ദാന അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ട് തോന്നുന്നില്ല. പക്ഷെ പുഷ്പ പോലെ പിന്നെയും കൂടി ഫയറാണ്. കാരണം അത് പുഷ്പ ഫ്ലവർ അല്ല ഫയർ പറയുന്ന വേർഡിന് ഭയങ്കര ആപ്റ്റായിരുന്നു. ഇത് വൈൽഡ് ലൈഫ് എന്നാണ് ഫയർ എന്ന് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് വൈൽഡൊന്നും ഇല്ല, കാട്ടുതീയൊന്നും ഇല്ല, ഇത് നാട്ടുതീ പോലെ എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, പടം കാണാം. പിന്നെ നമ്മുടെ DSPയുടെ നമ്മുടെ കങ്കുവിൽ കണ്ടിട്ടുള്ള അത്രയും അരോചകമായിട്ടുള്ള മ്യൂസിക് ഒന്നും ഇതിലില്ല. ഓക്കെ, നല്ല അത്യാവശ്യം അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള മ്യൂസിക്കാണ് ഇതിൽ DSP ഇതിൽ ചെയ്തിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നല്ല കുഴപ്പമില്ല, ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിരുന്നാലും ഈ സിനിമ നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യം തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. ഓക്കെ, തിയേറ്ററിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം, ഒരു പ്രാവശ്യം കാണാം. പിന്നെ ഈ 3.5 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു 3/4 മണിക്കൂറോ ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെട്ടിക്കുറച്ചാണെങ്കിൽ 2.25 മണിക്കൂറിലേക്ക് സിനിമ വെച്ചാണെങ്കിൽ കൂടി പിന്നെയും ഒരു കുഴപ്പമില്ല. അതിൽ അല്ലെങ്കിൽ 2.5 മണിക്കൂർ വെച്ചാൽ പിന്നെ പടം കുറച്ചൊരു സ്പീഡായത് തന്നെ, സ്പീഡായി കുറച്ചുകൂടി ബെറ്ററായി പോയാലും എനിക്ക് തോന്നിപ്പോയി. കാരണം അത്രമാത്രം ലാഗൊന്നും ഇല്ലാതെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, ഈ പുഷ്പയുടെ ഫയർക്ക് നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് എത്തിയാണ്. കാരണം നമ്മൾ ഒരു ഫയർ കഴിഞ്ഞ് പിന്നെ കുറേ വരുമല്ലോ, കുറേ കോൺവെർസേഷൻ മറ്റു കുറേ സീൻസൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഫയർ നമ്മുടെ ഇതിന് ഇറങ്ങിപ്പോകും. അത്ര സീൻസൊക്കെ തോന്നി. അതുകൊണ്ടാണ് 3.5 മണിക്കൂറിൽ നിന്ന് 2.5 മണിക്കൂർ 2.25 മണിക്കൂറൊക്കെ സിനിമാക്കിലും ഒന്നുകൂടി സൂപ്പറായിരുന്നു. എനിക്ക് എടുത്ത് പറയാൻ പറ്റുക അത്രയും മാത്രം സ്പീഡപ്പായി പോയതിനെ. അത്ര എന്തിരുന്നാലും പടം കുഴപ്പമില്ല, എല്ലാവരും കാണാൻ പറ്റും. ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ പറ്റും, തിയേറ്ററിൽ വെച്ച് കാണാൻ പറ്റും. എന്തായാലും കങ്കുവിനൊക്കെ ബെറ്റർ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ എന്തോ ബെറ്ററാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സിനിമ കാണാം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ബൈ, സീ യു, താങ്ക് യു.